ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4ാമത്തെ സെമ്മിലെ മലയാള സാഹിത്യ മാതൃക എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 1 ആത്മകഥകൾ, അതിൽ യൂണിറ്റ് 1 ആശുപത്രിയിൽ എന്ന ജീവിതപാത ചെറുകാട് ഗോവിന്ദ പിഷാരടി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ആത്മകഥ. ജീവചരിത്രത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സാഹിത്യ വിഭാഗമാണ് ആത്മകഥ. ജീവചരിത്രം, ബയോഗ്രഫി, ആത്മകഥയും ഓട്ടോബയോഗ്രഫി. വ്യക്തിചരിതം തന്നെയാണല്ലോ ഒന്ന് ചരിത്രമായും മറ്റേത് കഥയായും പരാമർശിക്കപ്പെടുന്നു. രണ്ടിലും ചരിത്രമുണ്ട്, കഥയുമുണ്ട്. ആത്മകഥയിലെ ചരിത്രം കഥാപുരുഷൻ തന്നെ രചിക്കുന്നു. ജീവചരിത്രരചന കഥാപുരുഷൻ്റെ ഒഴിച്ചു ആർക്കും ആകാവുന്നതാണ്. അപ്പോൾ ആത്മകഥയും ജീവചരിത്രവും തമ്മിലുള്ള ബന്ധം ആണ് ഇവിടെ പറയുന്നത്. ജീവചരിത്ര രചന കഥാപുരുഷൻ്റെ ഒഴിച്ച് ആർക്കും ആകാം. എന്നാൽ ആത്മകഥയിലെ ചരിത്രം കഥാപുരുഷൻ തന്നെ രചിക്കണം. രണ്ടും തമ്മിലുള്ള മൗലിക വ്യത്യാസം ഇതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപരേഖയും ജീവിതഗതിയും വിവരിക്കുന്ന രണ്ട് പരമ്പരാഗത സാഹിത്യ രൂപങ്ങളാണ് ജീവചരിത്രവും ആത്മകഥയും. അപ്പോൾ ജീവചരിത്രം ഇതാണ്, കഥാകാരനല്ല, കഥാകാരൻ ഒഴിച്ച് ആർക്കുമാകാം. എന്നാൽ ആത്മകഥയാണെങ്കിൽ കഥാപുരുഷൻ തന്നെ രചിക്കണം എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ്. അതുപോലെ ജീവചരിത്രവും ആത്മകഥയും, ജീവചരിത്രം എന്നത് മറ്റൊരാൾ എഴുതിയ ഒരു വ്യക്തിയുടെ ജീവചരിത്രമാണ്. അപ്പം ജീവചരിത്രം ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം. അതേസമയം ആത്മകഥയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രകടനമാണ്. എന്താണ് ഓട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം? സ്വയം എന്നാണ്. ഓട്ടോൻ്റെ അർത്ഥം എന്താണ്? സ്വയം. അതിനാൽ ആത്മകഥയിൽ ഒരു ജീവചരിത്രത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഒരു ആത്മകഥ ആഖ്യാതാവിൻ്റെ സ്വഭാവ രേഖാചിത്രം, അയാൾ ജനിച്ച് വളർന്ന സ്ഥലം, അയാളുടെ വിദ്യാഭ്യാസം, ജോലി, ജീവിതാനുഭവങ്ങൾ, വെല്ലുവിളികൾ, നേട്ടങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നു. ഇതിൽ അയാളുടെ കുട്ടിക്കാലം, കൗമാരം, യൗവനം തുടങ്ങിയ സംഭവങ്ങളുടെ കഥകളും ഉൾപ്പെട്ടേക്കാം. അന്യ വ്യക്തിക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില ഘടകങ്ങൾ സ്വന്തം കഥ എഴുതുന്ന ആളിന് അറിയാൻ കഴിയും. ഒരു വ്യക്തിയുടെ പ്രവൃത്തികളും ഭാഷണങ്ങളും അടിസ്ഥാനമാക്കിയാണ് ലോകം അയാളെ വിധിക്കുന്നത്. അയാളുടെ ചിന്തയ്ക്കും അതുപോലെ പ്രധാനമായ സ്ഥാനം കൊടുക്കേണ്ടതാണെങ്കിലും ലോകം ഇതറിയുന്നില്ല. ചിന്താഗതിയെക്കുറിച്ച് അയാൾ ഊഹിക്കുന്നതേ ഉള്ളൂ. ഒരാൾ ജീവിച്ച ഓരോ കാലഘട്ടത്തെയും അയാളുടെ ചിന്താഗതിയെക്കുറിച്ചും ആത്മകഥാകാരന് പറയാൻ കഴിയും. ആ ചിന്താഗതിയുടെ ജൈവ വൈചിത്രങ്ങളാണ് ആത്മകഥയിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനഃശാസ്ത്ര മൂല്യം കൂടുതൽ ആത്മകഥയിൽ ഉണ്ടാവുമെന്ന് പറയാം. അതുപോലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം തന്നെയാണ്. ആത്മകഥ കൂടുതൽ ആസ്വാദികരമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആത്മകഥാകാരന് സ്വന്തം കഥയിലെ വൈകാരിക ഭാവം ആവിഷ്കരിച്ച് സംതൃപ്തി നേടാൻ കൗതുകം ഏറുന്നു. ഈ കാരണത്താൽ തന്നെ ആത്മകഥ കൂടുതൽ ആസ്വാദികരമായി തീരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 1ാമത്തെ യൂണിറ്റിൽ ആരുടെ ആത്മകഥയാണ് പഠിക്കുന്നത് പറഞ്ഞു? ചെറുകാടിൻ്റെതാണ്. ചെറുകാടെന്ന് പറഞ്ഞാൽ ഗോവിന്ദ പിഷാരടി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതപാത. അതിൽ നിന്നെടുത്തതാണ് ആശുപത്രിയിൽ എന്നുള്ള ഒരു പാഠം. അപ്പോൾ ചെറുകാട് ജീവിച്ചിരുന്ന കാലഘട്ടം 1914 മുതൽ 1976. അപ്പോൾ 1ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ പിഷാരടി ജനിച്ചിരിക്കുന്നു. 2ാമത്തെ നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു, അല്ലേ? 1975 അടിയന്തര അവസ്ഥ. അപ്പോൾ 1914, 1976 അദ്ദേഹം ജനിച്ചതും മരിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം.
ഇതിനിടയിൽ മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റും നാടകകൃത്തും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു ചെറുകാട്. ഗോവിന്ദ പിഷാരടി എന്ന് യഥാർത്ഥ നാമമുള്ള മലങ്കാടൻ എന്ന പേരിൽ ഹാസ്യ കവിതകൾ എഴുതിയിരുന്ന പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന ചെറുകാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തുടർന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പിൽക്കാലത്ത് പാവറട്ടി കോളേജ്, പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി തനിക്ക് സുപരിചിതമായ മണ്ണും മനുഷ്യരുമെന്ന ചെറുകഥയിലെ ചെറുകാടിൻ്റെ കൃതികളിൽ കാണുന്നത്. ജീവിതപാത എന്ന ആത്മകഥയ്ക്ക് 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1977 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. പെരിന്തൽമണ്ണയിലെ ചെറുകാട് സ്മാരക ട്രസ്റ്റ് 1978 മുതൽ ചെറുകാട് അവാർഡ് നൽകി വരുന്നതാണ്. ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാത എന്നെടുത്തിട്ടുള്ള പാഠഭാഗമാണ് അദ്ദേഹം പല ദ്രോഹങ്ങളും ചെയ്ത കുഞ്ഞമ്മാവന് ഒരാപത്ത് ഘട്ടത്തിൽ ലേഖകൻ തുണയാകുന്നതാണ് ആശുപത്രിയിൽ എന്ന പാഠം. അത് ശരിക്കും അതിൽ കുറേ കഥാപാത്രങ്ങളെ പറയുകയും ആ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്ന റാവു ഡോക്ടർ തട്ടിപ്പുകാരായ ചില ആളുകളും ചേർന്നാണ് ആശുപത്രിയിലെ അന്തരീക്ഷം. ഈ ചെറിയ ഭാഗത്തിൽ സെയ്തലിയെ പോലെ നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന ധാരാളം കഥാപാത്രങ്ങളുണ്ട്. നോവൽ പോലെ വായിച്ചു പോകാവുന്ന രീതിയിൽ സരളസുന്ദരമാണ് ഈ ആഖ്യാന ശൈലി, ചെറുകാടിൻ്റെ ആഖ്യാന ശൈലി. അപ്പം കഥ തുടങ്ങുന്നത് ഞാനൊരു അമ്പലവാസിയാണ് എന്ന് പറഞ്ഞാണ് ചെറുകാടിൻ്റെ ജീവിത പാത എന്ന ആത്മകഥ ആരംഭിക്കുന്നത്. അമ്പലവാസികൾക്കിടയിലെ മരുമക്കത്തായ സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളും അവ തരണം ചെയ്യാനുള്ള പോരാട്ടങ്ങളുമാണ് കഥയുടെ അടിയൊഴുക്ക്. ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. കാരണവരുടെ നിർദ്ദമായ പെരുമാറ്റവും കർക്കശമായ കുടുംബ ഭരണവും കാരണം വീട്ടിലുള്ളവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളിൽ മനംനൊന്ത് ചെറുകാട് ഗോവിന്ദ പിഷാരടി ഉള്ളിലുറപ്പിച്ചു. വലിയൊരാളാകണം, കാരണവരെ മുട്ടുകുത്തിക്കണം, കുടുംബത്തെ രക്ഷിക്കണം എന്നൊക്കെ. ആ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തെ സാഹിത്യകാരനും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമാക്കിയത്. ചെറുകാടിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുന്നത് മുത്തശ്ശി, മണ്ണിൻ്റെ മാറിൽ, ഭൂപ്രഭു, മരണപത്രം, ശനിദശ, ദേവലോകം നോവലുകൾ ആണതൊക്കെ. സ്നേഹബന്ധങ്ങൾ, മനുഷ്യഹൃദയങ്ങൾ, കുട്ടിത്തമ്പുരാൻ, വാൽനക്ഷത്രം, വിശുദ്ധ നുണ, ചുറ്റുവിളക്ക്, നമ്മളൊന്ന്, തറവാടിത്തം, സ്വതന്ത്രം, മുളങ്കൂട്ടം, അടിമ, ജന്മഭൂമി, അണക്കെട്ട്, രക്തേശ്വരി, കൊടുങ്കാറ്റ്, കുട്ടിതത്തമ്പുരാട്ടി, ഡോക്ടർ കജൻ, ഉടുക്കത്ത്, ഓണം നാടകങ്ങളാണതൊക്കെ. ചെകുത്താൻ്റെ കൂട്, തെരുവിൻ്റെ കുട്ടി, മുദ്രമോതിരൻ, ചുട്ടൻമുഴി, ഒരു ദിവസം. ചെറുകാടിൻ്റെ ചെറുകഥകളാണത്. മനുഷ്യനെ മാനിക്കുന്ന അനന്തപുരം മുത്തപ്പ്, ആരാധന, തിരമാല കവിതകളാണ്. ജീവിതപാത അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അങ്ങനെ ഒരിടത്തരം മരുമക്കത്തായ തറവാട്ടിലെ അനന്തരവൻ എന്ന നിലയിൽ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന നിരവധി ജീവിത പ്രശ്നങ്ങളാണ് ചെറുകാടിൽ കാണിക്കുന്നത്. പഴയ വള്ളുവനാടൻ താലൂക്കിലൊരു ഗ്രാമത്തിൽ പിറന്ന ഗോവിന്ദ പിഷാരടി എന്ന ബാലൻ സാഹിത്യകാരനായ ചെറുകാടായി മാറിയത് തെക്കേ മലബാറിൻ്റെ കൂട്ടുകുടുംബങ്ങളുടെയും ജന്മിത്തത്തിൻ്റെയും തകർച്ചയെ ചിത്രീകരിക്കുന്ന മണ്ണിൻ്റെ മാറിൽ, മലബാറിലെ കർഷക പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട രൂപം കൊണ്ട അധ്യാപക പ്രസ്ഥാനവും ചിത്രീകരിക്കുന്ന മുത്തശ്ശി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗതിവിഗതികൾ വ്യക്തമാക്കുന്നു. ദേവലോകം എന്നീ കൃതികൾ ചെറുകാടെന്ന എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ, സാമൂഹിക ബോധവും തെളിയിക്കുന്നവയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമായി പോയ ഘട്ടത്തിലും അതിൻ്റെ ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ വേഗം മുന്നേറിക്കൊണ്ടിരുന്ന സമൂഹം ഒരു വ്യക്തി എങ്ങനെയെല്ലാം മാറിത്തീർക്കുന്നു എന്നും ആ കൃതി സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ എന്തെല്ലാം സംഭാവനകൾ നൽകുന്നുവെന്നും വിവരിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് ആത്മകഥ. ദോഷങ്ങളും ഗുണങ്ങളും ഇലകലർന്ന ആത്മനിഷ്ഠപൂർവ്വ കഥനമായി ചെറുകാടിൻ്റെ ജീവിതപാത മാറുന്നു. ആശുപത്രി എന്ന അധ്യായം യൗവനകാലത്ത് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ചില ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
ആശുപത്രിയിലെ ഓപ്പറേഷൻ മുറിയിൽ നിന്ന് കേൾക്കുന്ന കുഞ്ഞമ്മാവൻ്റെ അയ്യോ എന്ന നിലവിളിയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആരും സഹായത്തിനില്ലാത്ത കുഞ്ഞമ്മാവനെ ശുശ്രൂഷിക്കുവാനായി ആശുപത്രിയിൽ കഴിയവേ ചില സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തനിക്കും കഴിഞ്ഞു എന്ന് ചെറുകാട് വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ എത്ര വേഗമാണ് പക്വത നേടുന്നത്. കണ്ടുമുട്ടിയാൽ പോലും ഒഴിഞ്ഞു മാറിയിരുന്ന കാരണവർ അവശനായി മരുമകൻ്റെ മുന്നിൽ കിടക്കുന്നു. അസുഖത്താൽ താൻ മരിക്കുമെന്ന് പോലും അയാൾ വിശ്വസിക്കുന്നു. വർദ്ധിച്ച പ്രമേഹം മൂലം കാൽ വിങ്ങിപ്പഴുത്ത കുഞ്ഞമ്മാവന് ആശുപത്രിയിൽ കൂട്ടിരുന്ന ഓർമ്മകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വേദന സഹിക്കവയ്യാതെ കുഞ്ഞമ്മാവൻ അലറിക്കരഞ്ഞു. രാമമ്മാവനും കൃഷ്ണമ്മാവനും എല്ലാ കാര്യവും ലേഖനെ ഏൽപ്പിച്ചിട്ട് യാത്രയായി. കണ്ടുമുട്ടിയാൽ പോലും കണ്ടില്ലെന്നടിച്ചിരുന്ന ആ കാരണവർ ഇന്ന് നിസ്സഹായനായി കിടക്കുകയാണ്. പാട്ടക്കാരനായ ചെമ്മാല സെയ്തലി ഹാജിയോട് കുറച്ച് പണം വാങ്ങണമെന്ന് അമ്മാവൻ പറഞ്ഞു. പാട്ടക്കാരനും കച്ചവടക്കാരനുമായ സെയ്തലി വിവരമറിഞ്ഞയുടൻ അവിടെ എത്തി. അമ്മാവൻ്റെ വിശ്വസ്തൻ്റെ മകനും അശ്രദ്ധനുമായ സെയ്തലിയും അമ്മാവനും തമ്മിലുള്ള ആത്മബന്ധം നേരിട്ട് മനസ്സിലാക്കുവാനും കഴിഞ്ഞു. സെയ്തലി കുഞ്ഞമ്മാവനെ തൻ്റെ പണപ്പെട്ടിയെന്നും കുഞ്ഞമ്മാവൻ തൻ്റെ മടിശീലയെന്നും സെയ്തലിയെയും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. 100 രൂപ ആശുപത്രി ചിലവുകൾക്കായി നൽകി അയാൾ പോയി. കുഞ്ഞമ്മാവൻ സെയ്തലി കൊടുത്ത കാശ് സൂക്ഷിച്ചു ചിലവാക്കാൻ ലേഖൻ്റെ കയ്യിൽ കൊടുത്തു. പണപ്പെട്ടിയും മടിശീലയും തമ്മിലുള്ള ബന്ധം നേരിട്ടറിയുകയായിരുന്നു അമ്മാവൻ്റെ. ആവശ്യത്തിനായി തന്ന കാശ് കയ്യിൽ കിട്ടിയപ്പോൾ ഗ്രന്ഥകാരൻ അത്ഭുതപ്പെട്ടു പോയി. ഇഷ്ടം പോലെ ചിലവാക്കാൻ ഒരു വലിയ തുക ജീവിതത്തിൽ ആദ്യമായി കയ്യിൽ വരികയും അതോടൊപ്പം സർവാധികാരിയായ കാരണവർ തൻ്റെ കയ്യിലായി. അന്യമതസ്ഥനായ പാട്ടക്കാരൻ്റെ മനുഷ്യത്വത്തെ തൊട്ടറിഞ്ഞ ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. മലബാറിൽ വ്യത്യസ്ത മതക്കാർ പുലർത്തി വന്ന സൗഹൃദം കൂടിയാണ് ഈ സന്ദർഭത്തിൽ ചെറുകാട് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കേരള സ്റ്റോറി ഓർക്കാം നമുക്കല്ലേ. അതിന് എത്രയോ വ്യത്യസ്തമാണ് ശരിക്കും യഥാർത്ഥ കേരള ജനത എന്നുള്ളത്. ജന്മിയും കൃഷിക്കാരനും തമ്മിൽ ഭേദഭാവമില്ലാതെ കിടക്കുന്ന ഒരിടമായി ആശുപത്രി അദ്ദേഹം കാണുന്നു. കുഞ്ഞമ്മാവനെ പരിശോധിക്കുന്നത് ഡോക്ടർ റാവു ആണ്. കുഞ്ഞമ്മാവന് നല്ല പനിയുള്ളതിനാൽ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. പലതരത്തിൽപ്പെട്ടവരും സമ്പന്നരും തൊഴിലാളികളും എല്ലാം ഉൾപ്പെടെയുള്ള രോഗികൾ ഒരുപോലെ നിസ്സഹായാവസ്ഥയിൽ അവിടെ കിടക്കുന്നത് കണ്ട ലേഖകൻ ഇവിടമാണ് ആത്മവിദ്യാലയം എന്ന് മനസ്സിൽ വിചാരിച്ചു. രോഗദുരമായ അവസ്ഥയിൽ മനുഷ്യൻ തങ്ങളുടെ സങ്കുച ചിന്തകൾ മറക്കുന്നു എന്ന സത്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടമാണ് ആത്മവിദ്യാലയം എന്നുള്ള ചെറുകാടിൻ്റെ വിശേഷണം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഉണ്ണാതെയും ഉറങ്ങാതെയും ലേഖകൻ അമ്മാവന് കൂട്ടിരുന്നു. ആശുപത്രിയിൽ പല തരക്കാരുമുണ്ടാവും എന്നതിനാൽ സൂക്ഷിക്കണം എന്ന സെയ്തലിക്കുട്ടിയുടെ മുന്നറിയിപ്പ് ലേഖകൻ ഓർത്തു. മടിയിലിരിക്കുന്ന 100 രൂപയും കൈവിരലിലെ മോതിരങ്ങളും നോക്കി ലേഖകൻ ആശങ്കപ്പെട്ടു. ആശുപത്രിയിൽ പാലും റൊട്ടിയും സൗജന്യമായി വിതരണം ചെയ്തു. പരിചയക്കാരനായ രാമൻ നായരെ ആ ആപത്തിൽ ലേഖകൻ കണ്ടുമുട്ടി. ഡോക്ടർ റാവുവിനെ താൻ മലയാളം പഠിപ്പിക്കുന്നുണ്ടെന്നും അമ്മാവൻ്റെ കാര്യം പ്രത്യേകിച്ച് ഡോക്ടറെ ഓർമ്മിപ്പിക്കാമെന്നും രാമൻ നായർ പറഞ്ഞു. 10 രൂപ ഡോക്ടർ കൊടുക്കാനാണെന്ന് പറഞ്ഞ് രാമൻ നായർ വാങ്ങിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് വേണ്ടത്ര വശമില്ലാത്തതിനാൽ കുഞ്ഞമ്മാവൻ രോഗവിവരം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം ലേഖകനുണ്ടായിരുന്നു. ഭാഷ നിശ്ചയമില്ലാതിരുന്നിട്ടും അന്യദേശക്കാരനായ ഡോക്ടറോട് മുറി ഇംഗ്ലീഷിൽ സംവാദിക്കാനും മടി കാട്ടില്ല. അല്പജ്ഞാനിയായിരിക്കുമ്പോഴും ഔചിത്യമനുസരിച്ച് എങ്ങനെ ഉയരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. എന്നാലും രോഗിയുടെ എല്ലാ വിവരങ്ങളും ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ തൻ്റെ പരിമിതമായ ഇംഗ്ലീഷ് പരിജ്ഞാനം പോരാ എന്നറിഞ്ഞ് ഖേദിക്കുന്നുണ്ട്. 10ാം തരം വളരെയധികം തന്നെ പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിൻ്റെ ദുഃഖം അക്കാലത്തെ തറവാടുകളിലെ പല ചെറുപ്പക്കാരും അനുഭവിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞമ്മാവൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ശൗചം ഉൾപ്പെടെ ചെയ്തു കൊടുത്തത് ലേഖകനാണ്. കുഞ്ഞമ്മാവനെ കഴുകിക്കുന്നതിനിടയിൽ വീണുപോയ മോതിരം തോട്ടിത്തലവൻ കുഞ്ഞാലി തട്ടിയെടുത്തു. ഇതിനിടയിൽ രാമൻ നായർ അമ്മാവന് കനമുള്ള അസുഖമായതിനാൽ ഡോക്ടർക്ക് ഒറ്റ നോട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തിരിച്ച് വന്ന് അറിയിച്ചു. മോതിരം പോയ വിഷമത്തിൽ ലേഖകൻ അത്ര കാര്യമായെടുത്തില്ല. ഡോക്ടറെ കണ്ട് മോതിരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ വഴിയെ പോയിട്ട് കാര്യമില്ലെന്നും മോതിരം എടുത്തയാൾ കുറ്റം സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളം സംസാരിക്കാൻ കഴിയില്ലെങ്കിലും തനിക്ക് കേട്ടാൽ മനസ്സിലാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളത്തിന് തനിക്കാരും ട്യൂഷൻ എടുക്കുന്നില്ലെന്നും തട്ടിപ്പുകാരുടെ വലയിൽ ചാടരുതെന്നും ഡോക്ടർ റാവു ഉപദേശിച്ചു.
മാത്രമല്ല അമ്മാവൻ എന്ത് വിഷമമുണ്ടെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും തന്നെ സമീപിക്കൊള്ളാൻ ഡോക്ടർ അനുവാദം നൽകുകയും ചെയ്തു. രോഗികളെ നോക്കുന്നത് തൻ്റെ ഡ്യൂട്ടിയാണെന്നും നല്ലവനായ ആ ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചെറുകാടിൻ്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഈ ഭാഗം രോഗാവസ്ഥയുടെ നിസ്സഹാവസ്ഥ മനുഷ്യനെ എപ്രകാരം മാറ്റിത്തീർക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. അവൻ്റെ അഹങ്കാരമെല്ലാം ഒരു അസുഖത്തിൽ തീരാനുള്ളതേ ഉള്ളെന്നാണ്. നല്ലവനും ചീത്തവരെയും മനസ്സിലാക്കാൻ ലോകത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ലേഖകൻ ഹ്രസ്വകാലത്തെ ആശുപത്രിവാസത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. നല്ല കാലത്ത് തനിക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത കുഞ്ഞമ്മാവനോട് യാതൊരു പകയും ലേഖകൻ വെച്ച് പുലർത്തുന്നില്ല. ആപത്ത് കാലത്ത് മറ്റുള്ളവർ കൈയൊഴിഞ്ഞ കുഞ്ഞമ്മാവനെ മരുമക്കത്തായ കാലത്ത് മകൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ ശുശ്രൂഷയും ചെയ്യുന്ന ചെറുകാടിൻ്റെ അസുലഭമായ വ്യക്തിത്വ സവിശേഷതയാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുക. ഡോക്ടർ റാവു സൈതലി എന്ന അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ആളുകളും ഈ ഭാഗത്തുണ്ട്. ലേഖൻ്റെ ലളിതസുന്ദരമായ ഭാഷാശൈലിയും ശ്രദ്ധേയം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പാഠഭാഗത്തുള്ളത്. ഇനി നമുക്ക് ഈ റീക്യാപ്പ് ഒന്ന് നോക്കാം. വർദ്ധിച്ച പ്രമേഹം മൂലം കാൽ വിങ്ങിപ്പഴുത്ത കുഞ്ഞമ്മാവനെ ആശുപത്രിയിൽ കൂട്ടിരുന്ന ലേഖൻ്റെ ഓർമ്മകൾ ഇവിടെ പ്രതിപാദിക്കുന്നു. ഈ പാഠത്തിൽ കണ്ടുമുട്ടിയാൽ പോലും കണ്ടില്ലെന്നടിച്ചിരുന്ന ആ കാരണവർ ഇന്ന് നിസ്സഹായനായി കിടക്കുകയാണ്. വിശ്വസ്തൻ്റെ മകൻ വസ്ത്രനുമായ സൈതലി അമ്മാവനും തമ്മിലുള്ള ആത്മബന്ധം നേരിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞു. സൈതലി കുഞ്ഞമ്മാവനെ തൻ്റെ പണപ്പെട്ടിയെന്നും കുഞ്ഞമ്മാവൻ തൻ്റെ മടിശീലയെന്നും സൈതലിയെയും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. സൈതലി വിവരമറിഞ്ഞുടൻ അവിടെ എത്തി 100 രൂപ ആശുപത്രി ചിലവുകൾക്ക് നൽകി. കുഞ്ഞമ്മാവൻ സൈതലി കൊടുത്ത കാശ് സൂക്ഷിച്ച് ചിലവാക്കാൻ ലേഖന് കൊടുത്തു. ആദ്യമായാണ് ഇത്രയും വലിയ തുക ലേഖൻ്റെ കയ്യിൽ കിട്ടുന്നത്. പലതരത്തിൽപ്പെട്ടവരും സമ്പന്നരും തൊഴിലാളികളും എല്ലാം ഉൾപ്പെടെയുള്ള രോഗികൾ ഒരുപോലെ നിസ്സഹായ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നത് കണ്ട ലേഖകൻ ഇവിടെ ആണ് ആത്മവിദ്യാലയം എന്ന് മനസ്സിൽ വിചാരിച്ചു. ഉണ്ണാതെയും ഉറങ്ങാതെയും ലേഖകൻ അമ്മാവന് കൂട്ടിരുന്നു. പരിചയക്കാരനായ രാമൻ നായർ ആ ആപത്തിൽ ലേഖകനെ കണ്ടുമുട്ടി. 10 രൂപ ഡോക്ടർ കൊടുക്കണമെന്ന് പറഞ്ഞ് രാമൻ നായർ മേടിക്കുകയും ചെയ്തു. കുഞ്ഞമ്മാവനെ കഴിക്കുന്നതിനിടയിൽ വീണുപോയ മോതിരം തലവൻ കുഞ്ഞാലിൽ തട്ടിയെടുത്തു. ഡോക്ടറെ കണ്ട് മോതിരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ വഴിയെ പോയിട്ട് കാര്യമില്ലെന്നും അയാൾ കുറ്റം സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളത്തിന് തനിക്കാരും ട്യൂഷൻ എടുക്കുന്നില്ലെന്നും തട്ടിപ്പുകാരുടെ വലയിൽ ചാടരുതെന്നും ഡോക്ടർ റാവു ഉപദേശിച്ചു. മാത്രമല്ല അമ്മാവന് എന്ത് വിഷയമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും തന്നെ സമീപിച്ചു കൊള്ളാൻ ഡോക്ടർ അനുവാദം നൽകുകയും ചെയ്തു. രോഗികളെ നോക്കുന്നത് തൻ്റെ ഡ്യൂട്ടിയാണെന്ന് നല്ലവനായ ഡോക്ടർ പറയുകയുണ്ടായി. നല്ലവനും ചീത്തവരുമായ ലോകത്തിൻ്റെ നേർക്കാഴ്ചകൾ തന്നെയാണ് ലേഖകൻ ഹ്രസ്വകാലത്തെ ആശുപത്രിവാസത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിൻ്റെ ദുഃഖം അക്കാലത്തെ തറവാടുകളിൽ പല ചെറുപ്പക്കാരും അനുഭവിച്ചിട്ടുള്ളത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ റാവു സൈതലി എന്നിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളുമുണ്ട്. ലേഖകൻ ലളിതസുന്ദരമായ ഭാഷാശൈലിയിലൂടെയാണ് ഈ ആത്മകഥ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. കുഞ്ഞമ്മാവൻ്റെ അസുഖം എന്തായിരുന്നു എന്നാണ്. വർദ്ധിച്ച പ്രമേഹം മൂലം കാൽ വിങ്ങിപ്പഴുത്തു എന്നതാണ് ആൻസർ. രോഗദുരിതങ്ങൾ വന്നാൽ മനുഷ്യ മനസ്സിനുണ്ടാകുന്ന മാറ്റത്തെ കുഞ്ഞമ്മാവനിലൂടെ ലേഖകൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്. കണ്ടുമുട്ടിയാൽ പോലും കണ്ടില്ലെന്ന് നടിച്ചിരുന്ന കാരണവർ ഇന്ന് നിസ്സഹായതയായി കിടക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞമ്മാവൻ സൈതലിയെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? തൻ്റെ മടിശീല എന്നാണ്. ആശുപത്രിയിൽ കുഞ്ഞമ്മാവനെ ചികിത്സിച്ച ഡോക്ടർ ആരായിരുന്നു? ഡോക്ടർ റാവു ആയിരുന്നു. ഇവിടെ ആണ് ആത്മവിദ്യാലയമെന്ന് ലേഖകൻ തോന്നാൻ കാരണമെന്ത്? എല്ലാത്തരം രോഗികളും ഒരുപോലെ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ്. ചെറുകാടിൻ്റെ മോതിരം നഷ്ടപ്പെട്ടത് എങ്ങനെ? കുഞ്ഞമ്മാവനെ കഴുകുന്നതിനിടയിൽ വീണുപോയ മോതിരം തൊട്ടിത്തലവൻ കുഞ്ഞാലി തട്ടിയെടുത്തു. രാമൻ നായർ ലേഖകനെ ചതിച്ചത് എങ്ങനെ? ഡോക്ടർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് രാമൻ നായർ 10 രൂപ മേടിക്കുന്നു. ഇങ്ങനെയാണ് ലേഖകനെ പറ്റിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. മോതിരം നഷ്ടപ്പെട്ട കാര്യം പരാതിപ്പെട്ടപ്പോൾ ഡോക്ടറുടെ പ്രതികരണം എന്തായിരുന്നു? നഷ്ടപ്പെട്ട മോതിരം കിട്ടില്ലെന്നും തട്ടിപ്പുകാരുടെ വലയിൽ ചാടരുതെന്നും ഡോക്ടർ റാവു ഉപദേശിച്ചു. അമ്മാവൻ എന്ത് വിഷമമുണ്ടെങ്കിലും തന്നെ സമീപിക്കാമെന്നും രോഗികളെ നോക്കുന്നത് തൻ്റെ ഡ്യൂട്ടിയാണെന്നും ഡോക്ടർ പറയുകയുണ്ടായി. കുഞ്ഞമ്മാവൻ്റെ ആശുപത്രി ചിലവുകൾക്കായി രൂപ നൽകിയത് ആരാണ്? സൈതലിയാണ്. എന്തു പറഞ്ഞാണ് രാമൻ നായർ ലേഖകനിൽ നിന്നും പണം വാങ്ങിയത്? ഡോക്ടർ റാവുവിന് താൻ മലയാളം പഠിപ്പിക്കുന്നുണ്ടെന്നും അമ്മാവൻ്റെ കാര്യം പ്രത്യേകിച്ച് ഡോക്ടറെ ഓർമ്മിപ്പിക്കാമെന്നും പറഞ്ഞു. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതപാത. ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് ആര്? EMS നമ്പൂതിരിപ്പാട്. ചെറുകാട് ഹാസ്യ കവിതകൾ ഏത് പേരിലാണ് എഴുതിയിരുന്നത്? മലങ്കാടൻ എന്നാണ്.